Hi sir, good evening sir. Hello, good evening. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫോൾഡ് 8 എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൾഡ് 8 അൾട്ര എന്ന് പറയുന്ന മോഡലാണ് സർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണല്ലേ? ഓക്കെ. ഓക്കെ. ഇതിന്റെ പ്രോസസ്സറൊക്കെ ഏതാ വരുന്നത്? സർ നമുക്ക് ഇതിന്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 8 ലൈറ്റ് Gen 5 4 Galaxy ആണ് പ്രോസസ്സർ വരുന്നത്. ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ, ഫാസ്റ്റ് ആണ്. പിന്നെ മുമ്പത്തെ മോഡൽസിനെക്കാളും നമുക്ക് ബാറ്ററി mAh കൂട്ടിയിട്ടുണ്ട്. 5000 mAh ബാറ്ററി വന്നിട്ടുണ്ട്. ഇന്ന ലെവലിലെ മോഡൽ. ഞാൻ ഇതിന് മുന്നുള്ള മോഡൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 7 ഉണ്ടല്ലോ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ലൈന് വരും. വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇഞ്ച് ഗ്യാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ അകത്തൂടെ വരുന്ന ഈ ഇതിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ളത് തന്നെ പറയാം. ഓക്കെ, ആ ബോർഡർ ഓൾമോസ്റ്റ് കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ സെൽഫി ക്യാമറ. അതെ, സെൽഫി ക്യാമറ നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നിട്ട് 10 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. കവർ സ്ക്രീനിലും ഫ്രണ്ട് സ്ക്രീനിലും വരുന്ന 10 MB ആണ്. ഓക്കെ, ബാക്ക് ക്യാമറയോ? പിന്നെ നമുക്ക് അൾട്രാ വൈഡ് 50 MB, ടെലിഫോട്ടോ ലെൻസ് 10 MB, 200 MB നമുക്ക് വൈഡ് ക്യാമറ വരുന്നുണ്ട്. അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാം. പഴയതിന് എനിക്ക് തോന്നുന്നു പിക്സൽസ് കുറവാണ്. ഇംപ്രൂവ്മെന്റ് ആണ് സാർ ഈ ഫോൺ നോക്കുമ്പോൾ. ഓക്കെ. ഫ്രണ്ടും 10 MB ആണല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു 10 MB ആണെങ്കിൽ പോലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല കമ്പനി. അതെ, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. ഓക്കെ. സാർ നമുക്ക് ഇതിന്റെ ഇപ്പം നിലവിലുള്ള ഓഫർ വരുന്നത് 199,999 പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് അതിൽ 10,000 ഒരു ഓഫർ കാർഡ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ സാറിന് EMI ആണ് നോക്കുന്നതെങ്കിൽ 30 മാസത്തെ NBFC EMI അവൈലബിൾ ആണ്. അത് ഇതിന് മുന്നേ 30 മാസം 24 മാസം 24 മന്തേ ഉള്ളൂ സാർ. ഇതിന് മുമ്പത്തെ ഫോൾഡ് സീരീസിലെല്ലാം 24 മന്തേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാണെങ്കിൽ എന്തെങ്കിലും സാർ അതിന് നമുക്കിപ്പോൾ പ്രൊട്ടക്ഷൻ മാക്സ് എന്ന് പറയുന്ന പ്ലാൻ വരുന്നുണ്ട്. സാർ ഇപ്പോൾ റെഡി പേയ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ മാക്സ് വരുന്നുണ്ട്. ഓൺലൈനിലുള്ള സാറിന്റെ കയ്യിൽ നിന്ന് ഇപ്പം സ്ക്രീനാണെന്നുണ്ടെങ്കിൽ സ്ക്രീന് തറയുകൾ പൊട്ടുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലുള്ള മൾട്ടിപ്പിൾ ടൈം നമുക്ക് സ്ക്രീന് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഓരോ ടൈമിനും സർവീസ് സെന്ററിൽ നിന്ന് നമുക്ക് ചാർജ് അടച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ADLT പാക്കേജ് വരുന്നുണ്ട്. ADLT പാക്കേജ് എന്ന് പറയുന്നത് ADLT പാക്കേജ് എന്ന് പറയുന്നത് വാട്ടർ ഡാമേജ്, ലിക്വിഡ് ഡാമേജ് ആണ് അതിന്റെ പറയുന്നത്. അതിന് നമുക്ക് തറയിൽ പൊട്ടിയാലോ വെള്ളം കയറിയാലോ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ സാറിന് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കണമെങ്കിൽ അതും എടുക്കാൻ പറ്റും. 1 ഇയർ കൂടെ നമുക്ക് വാറണ്ടി ആഡ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇത് തന്നെ നമുക്ക് ഫിനാൻസ് പ്ലസിന്റെ ആഡഡ് ആണ്. ഫിനാൻസ് പ്ലസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഫിനാൻസ് പ്ലസിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സാറ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് 2 ടൈം മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സാർ ഇപ്പോൾ പ്രൊട്ടക്ഷൻ മാക്സ് അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് മൾട്ടിപ്പിൾ ടൈം ക്ലെയിം ചെയ്യാൻ പറ്റും. അത് സാംസങ്ങിന്റെ ഒഫീഷ്യൽ തന്നെയാണ്? അതെ, സാംസങ്ങിന്റെ ഒഫീഷ്യലാണ് സാർ. അത് ക്ലെയിം എല്ലാം വരുന്നത് സർവീസ് സെന്റർ ത്രൂ ആണ്? അതെ, സർവീസ് സെന്റർ ത്രൂ ആണ് സാർ വരുന്നത്. ഓക്കെ. പിന്നെ ഇതിൽ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ടോ? എന്തെങ്കിലും നമുക്ക് പഴയ മോഡലിൽ നിന്ന് ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ? നമുക്ക് ആ ഗ്യാപ്പിന്റെ കേസ് പറയുന്നു. ഗ്യാപ്പ് ഞാൻ കണ്ടു, നല്ല ഗ്യാപ്പ് കുറവ് തന്നെയാണ്. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോഴും അത് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഇതിൽ കണ്ടിട്ട് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സ്ലിം ആക്കിയിട്ട് ഇതിന്റെ ബാറ്ററി പറഞ്ഞ 5000 mAh ബാറ്ററി. അത് കൂടാതെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അതെന്തായാലും ഇത്രയും ചെറിയൊരു യൂണിറ്റിനകത്ത് ഈ സംഭവങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന സാംസങ്ങിനെ സമ്മതിക്കണം. C-type ചാർജിങ് എല്ലാം ചാർജിങ് ആണ് സാർ. അത് നമുക്ക് 65 വാട്ടിന്റെ ആണ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. 5000 mAh ബാറ്ററി. ഓക്കെ. നമ്മൾ അഡാപ്റ്റർ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും? അഡാപ്റ്റർ കേബിൾ നമുക്ക് ബോക്സിന്റെ കൂടെ വരുന്നുണ്ട്. അഡാപ്റ്റർ സെപ്പറേറ്റ് ആണ് സാർ. ഓക്കെ. ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രീ ബുക്കിംഗ് ആണോ? പ്രീ ബുക്കിംഗ് ആണ് സാർ. എന്നാലും ഒന്ന് ഞാൻ ബുക്ക് ചെയ്തേക്കാം. ഓക്കെ സാർ.